രാധേ, നമുക്ക് മായാവിയെ വിളിച്ചാലോ? ഹായ്, നല്ല രസമായിരിക്കും. രാധിനി കാണണ്ട. അതെ അതെ, നമുക്ക് ആ കുന്നിൻ ചെരുവിൽ ചെന്നിരുന്ന് വിളിക്കാം. അവിടെ ആരും വരില്ല. വാ രാധേ, ഇവിടെ ഇരിക്കാം. വേഗം മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. വിക്രമനും മുത്തവും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. വിക്രമ, ഈ കല്ല് പിള്ളേരുടെ തലയിൽ തള്ളിയിടണം. ശരി, ഇത് തലയിൽ വീണാൽ രണ്ടും ചമ്മന്തിയാണ്. അതെ അതെ. അയ്യോ, ഓം ഹ്രീം ആരംഭോട്ടെ. രാധേ, കല്ല് ബലൂണ് പോലെ പതുക്കെയാണല്ലോ വരുന്നത്. ഒട്ടും ഭാരമില്ലാത്തതുപോലെ. മായാവിയുടെ വിദ്യയായിരിക്കും. ഹായ്, ഭാരമേ ഇല്ല. ഇങ്ങോട്ടിടൂ, നമുക്ക് ഈ ബലൂൺ കല്ലുകൊണ്ട് പന്ത് കളിക്കാം. അയ്യോ, അത് നോക്കിക്കേ. എവിടെ ആ ചെറുക്കൻ ആ കൂറ്റൻ കല്ല് പുല്ലുപോലെ എടുത്തു പൊക്കുന്നു. വിക്രമ, ഇത് മായാവിയുടെ പണിയാണ്. വിക്രമ, നമ്മുടെ കുട്ടൂസം വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. കുട്ടൂസ, ഞങ്ങളെ രക്ഷിക്കണം. എന്തു പറ്റി? ആ മായാവി രാജവനും രാധയ്ക്കും വലിയ ശക്തി കൊടുത്തിരിക്കുന്നു. ഓഹോ, അതുപോലെ ശക്തി കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സൂത്രം ഞങ്ങൾക്ക് തരണം. വഴിയുണ്ട്. ദാഹിനി ചോദിച്ചതല്ലേ, തന്നേക്കാം. ഭീം ഭൂം ലുക്കാബി, ഭൂം ഭീം ലുക്കാബി. എടാ ലുട്ടാപ്പി, നിലവറയിൽ നിന്നും രാക്ഷസമരുന്ന് കൊണ്ടുപോ. ഇപ്പൊ കൊണ്ടുവരാ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുക. സാരിയൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റാതായി. പുതിയ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയല്ലേ പുതിയ സാരി വാങ്ങിയത്? അതൊന്നും ഇപ്പൊ വേണ്ട. അങ്ങനെ വിചാരിക്കാൻ കൂടി മേലെ. നമുക്ക് പട്ടണത്തിലേക്ക് തന്നെ പോകാം. ഒന്നുമില്ലേലും പുതിയ കുറെ മോഡലുകൾ കാണുമെങ്കിലും ചെയ്യാമല്ലോ. ഇത് ഇന്നലെ വന്ന ഡിസൈനാ. 850 രൂപ, മറ്റേത് 725 രൂപ. ഒന്നും ശരിയാവുന്നില്ല. ആദ്യം എടുത്ത സാരി തന്നെ മതി. സാരി ഇങ്ങോട്ട് താമസിച്ച് ഞാൻ പിടിച്ചോളാം. എന്നാ പിടിച്ചോ, സൂക്ഷിച്ചോണം.
ഏതായാലും ഞാൻ വിചാരിച്ച ഡിസൈൻ തന്നെ കിട്ടി. കർത്താവേ, ഇത് ഞാനെടുത്ത സാരി അല്ലല്ലോ, കവറ് മാറിപ്പോയി. ഇത് വേറെ ആരാണ്ടും വാങ്ങിയ സാരിയാ. ചേച്ചേ, എന്തൊരു വൃത്തികെട്ട സാരി. ഇത് 4 പേരുടെ വെട്ടത്ത് കാണിക്കാൻ കൊള്ളാമോ? ഓ, ഈ പെണ്ണ് കാരണം ഇതൊക്കെ സംഭവിച്ചത്. എടി, ഇപ്പൊ പൊയ്ക്കോണം. നീയല്ലേ കവർ മാറിയത്? മര്യാദയ്ക്ക് എന്റെ സാരി കൊണ്ടുവന്നോ, അല്ലെങ്കിൽ നിന്റെ തൊടലെ തോലി ഞാൻ ഇതെടുക്കും. ഓഹോ, പേടിക്കണ്ടടി, വഴിയുണ്ട്. ഇതിൽ വില എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? വെറും 325 രൂപ. ഒരു പണി ചെയ്യാം. ഈ സാരിയുടെ വില എത്രയെന്ന് കണ്ടോ? അയ്യോ, ഇത് 1325 രൂപയുടേതാണല്ലോ. അതാ ഇത് പിടിച്ചു നോക്കിയപ്പോ തുണിക്കൊരു മിനുസം. ശരിക്കും നോക്കിയാ നല്ല സുന്ദര ഡിസൈനാ. എന്തൊരു പകിട്ട്. സ്റ്റെല്ലയുടെ കല്യാണത്തിന് ആ കളക്ടറുടെ ഭാര്യ ഇങ്ങനത്തെ ഒരു സാരി ഇട്ടിരിക്കുന്നത് കണ്ടു. സാരി ഇങ്ങോട്ട് താ അമ്മച്ചി, ഞങ്ങളെ കൊണ്ടുപോയി മാറിക്കൊണ്ട് വരട്ടെ. ഓ, ഇനിയിപ്പൊ നിങ്ങൾ പോണ്ട, അതൊക്കെ വലിയ മെനക്കേടാ. എന്നോട് പ്രയാണം ചെയ്യാൻ ഇഷ്ടമാണോ? ചെല്ലുമ്പോൾ നിങ്ങൾ വരണം. സഹായത്തിന് എന്ത് ചെയ്യാം? പോകാം. ജോലി, നിങ്ങളും വഴി കാണിക്കാം. ഞാൻ തട്ടിപ്പറിച്ചെന്നോ? നമ്മൾ ഐസ്ക്രീം കേൾക്കാനായിട്ട് അമ്മിണിമലയിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യണം? ഈ കനാലിൽ കിടക്കണം. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തുവാ അത്? തിരിഞ്ഞങ്ങോട്ട് നോക്കാൻ. അയ്യോ, ഞാൻ ചോദിക്കില്ല, ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. അവര് പറഞ്ഞു തരും, അപ്പോഴും ഞാൻ അറിയത്തുള്ളൂ എന്തോ സംഭവം കേട്ടോ. ഉണ്ടോ? എനിക്ക് വയ്യ ഇവരെ കൊണ്ട്. എന്ത് കുറുനരിയോ? കുറുനരി എവിടെന്നൊന്ന് പറഞ്ഞു തരുവോ? ചേച്ചി, തോണ്ട തെങ്ങിന്റെ ബാക്കിൽ തിരിഞ്ഞങ്ങോട്ട് നോക്ക്, തോണ്ടിരിക്കുന്നു. എടാ മോനെ, നീ അല്ലേ പറയണ്ടേ, അവര് പറയും. കുറുനരി എവിടെയാ ഉള്ളത്? എന്ത്? കുറുനരി ബാക്കിലുണ്ടെന്നോ? കുറുനരി മോഷ്ടിക്കാനായിരിക്കും വരുന്നത്. കുറുനരിയെ മോഷ്ടിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. ചേച്ചി, അവന്റെ ചെവിട്ടൊക്കെ ആരും കൊടുത്തിട്ട് പറഞ്ഞു വിട്ട അവനെ. അയ്യോ, അങ്ങനൊന്നും ചെയ്യരുത്. ആ. അതിനൊരു ടെക്നിക് ഉണ്ട്. ആ. അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ടോണ്ടിരിക്കാം. കുറുനരി മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറുനരിയോട് പറയണം, കുറുനരി മോഷ്ടിക്കരുതെന്ന്. പറയുവോ? പറയും. കുറുനരിയോട് നമുക്ക് മോഷ്ടിക്കരുതെന്ന് പറയാം. ദാ, കുറുനരി മോഷ്ടിക്കരുത്. ഇവർക്ക് വയ്യ, മോഷ്ടിക്കാൻ വരുന്നവരോട് മോഷ്ടിക്കാൻ വരരുത്. കുറുനരി മോഷ്ടിക്കരുത്. കുറുനരി കുറുനരി കൊണ്ടുപോയി. മോട്ടിച്ചോ? എന്തായിരുന്നു ഇവിടെ കിടന്ന്? ഞാൻ ആദ്യം പറഞ്ഞാണോ അവർ ചവിട്ടക്കാരെ കൊടുത്തിട്ട് പറഞ്ഞു വിടാന്ന്? കേട്ടില്ലല്ലോ. അയ്യോ, സാധാരണ വർക്കൗട്ട് ആണെന്നായിരുന്നു. ഇത് 3 വട്ടം നമ്മൾ പറഞ്ഞില്ലല്ലോ. ആണോ? അതിന് മുമ്പ് എടുത്തോണ്ട് പോയതാ. ഇനി ഞാൻ മരം എങ്ങനെ മുറിച്ച് കടക്കും അങ്ങോട്ട്? എങ്ങനെ അടക്കും? ഐഡിയ. ആ, ബാങ്കിനോട് ചോദിക്കാം. ചോദിക്കാം അങ്ങോട്ട്. അതിനകത്തിന് എന്താ ബാക്കിയുണ്ട്? കുറുനരി ഞങ്ങളുടെ വെട്ടോത്തിൽ എടുത്തോണ്ട് പോയി. മരം മുറിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കാമോ? എങ്കിൽ ബാക്ക് പാക്ക് എന്ന് പറയൂ. ബേജി, ബാക്ക് പാക്ക് എന്ന് പറയൂ. ബാക്ക്. എന്താ പൂജ ഉണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. നല്ലവരെ പറയൂ. ഞാൻ പറയുന്നു ബാക്ക്. ഒന്നുകൂടെ. ബാക്ക്. വീണ്ടും. ബാക്ക്. ഡോറയുടെ കയ്യിരുന്ന വെട്ടോത്തി കുറുനരി അടിച്ചോണ്ട് പോയി. ഡോറയ്ക്ക് ഇതിൽ നിന്ന് ഏത് സാധനമാണ് കൊടുക്കേണ്ടത്? ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അതെ, ഇത് തന്നെ. മെല്ലെ ഡോറയുടെ അടുത്തേക്ക് ചെല്ലു. ഇതെന്തിനാ? മരം മുറിക്കാന്. ഈ തുരുമ്പിച്ച് പിള്ളേരുണ്ട്. ആ മരം ഇങ്ങനെ ഇരുന്ന് മുറിച്ച് അപ്പുറത്തിട്ടിട്ട് നടന്നങ്ങോട്ട്. കുറച്ച് ബുദ്ധി ഉണ്ടോ? കുറച്ച് ബുദ്ധി. ഊളംപാറന്ന് വല്ലാണ് വരുന്നേ. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. പണ്ട് പഠിക്കാൻ വിട്ട പോലെ പഠിക്കാൻ പോണായിരുന്നു, അതിന്റെ കുറവാ. അതുകൊണ്ട്
ആ പാലം കണ്ടോ? കണ്ടാ അങ്ങോട്ട് മുറിച്ച് കടന്നാ മതി. അപ്പൊ അപ്പുറത്തെത്താൻ പറ്റും റബ്ബറും തോട്ടത്തിൽ കേട്ടോ. അയ്യോ, ഞാൻ സിമ്പിൾ സ്റ്റെപ്സ് യൂസ് ചെയ്യാറില്ല. കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നടക്ക് നടക്കങ്ങോട്ട് പോ. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് പോയാല് സഞ്ചാരം ചെയ്യാം നമുക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? രമണിമല. നമ്മളെങ്ങോട്ടാ പോകുന്നത്? രമണിമല. നടക്കുന്നു മോളെ. ഈ പാലം അങ്ങോട്ടും കടന്നാ മതി. നമുക്ക് പാലം എങ്ങനെ കിടക്കുന്നത് മാപ്പിനോട് ചോദിച്ചാലോ? അയ്യോ, നിങ്ങക്ക് വയ്യായ വീണ്ടും അതുകൊണ്ട് അങ്ങോട്ടിരുന്ന് കയറി കടന്നാ മതി. അതിനെന്തിനാ മാപ്പ്? നിങ്ങൾ നടക്ക് വേണം പിള്ളേ. ചെറുക്കുന്ന ത്രില്ലൊന്നും ഇഷ്ടമല്ലെന്ന്. ആ ഇഷ്ടമല്ല, നടന്നു പോ. അല്ലേ ചേച്ചി, നമുക്കിനി എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് ആ മാപ്പിനോട് ചോദിക്കാം. ആ ചോദിക്ക്. മാപ്പെന്ന് പറ. മാപ്പ് ഒന്നോട്. മാപ്പ് ഇനിയും. മാപ്പ് ഇങ്ങോട്ടും. മാപ്പ്. ആ ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. ഡോറ ഐസ്ക്രീം കേൾക്കാനായി രമണി മലയിലേക്ക് പോകാൻ പോവുകയാണ്. പോവാനുള്ള വഴി ഏതൊക്കെയാ? കനാല് കടന്ന് റബ്ബറും തോട്ടം കഴിഞ്ഞ് അതെ രമണി മലയിലേക്ക്. അപ്പം ഡോറ എവിടെയാണ്? കനാല് കടന്നിരിക്കുന്നു. അടുത്തത് അതെ റബ്ബറും തോട്ടം. റബ്ബറും തോട്ടം കടന്ന് പോകാം. റബ്ബറും തോട്ടം, രമണിമല. നമ്മൾ ആദ്യം പാലം കടന്നു. അടുത്ത ഇനി റബ്ബറും തോട്ടത്തിലേക്കാണ്. നമ്മൾ അടുത്തെവിടെ കൊണ്ടത്? റബ്ബറും തോട്ടം. നിങ്ങൾ റബ്ബറും തോട്ടം കാണുന്നുണ്ടോ? കണ്ണിക്കുരുവല്ലോ ഉണ്ടോ? ഈ കാണുന്ന മൊത്തം റബ്ബറാ. റബ്ബറും തോട്ടത്തിൽ കയറി ചോദിക്കുക റബ്ബറും തോട്ടം എന്തേന്ന്. ഒരു ത്രില്ലില്ലടാ മോനെ. ത്രില്ലുണ്ടാക്കും. ആരുടെ നില വിളിക്കുന്നു? എന്തുവാ? അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അങ്ങോട്ട് വരാൻ അങ്ങോട്ട് വാ. അപ്പൊ കൂട്ടുകാരെ, ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നമ്മൾ രമണിമലയിൽ എത്തിയിരിക്കുകയാണ്. ഐസ്ക്രീം കിട്ടാൻ വേണ്ടി നിങ്ങൾ ഐസ്ക്രീം എന്ന് പറയണം. ഐസ്ക്രീം. ഒന്നൂടെ. ഐസ്ക്രീം. ഉറക്കെ. ഐസ്ക്രീം. ആ. ഐസ്ക്രീം എന്ത്? ഐസ്ക്രീം എന്ത്? ഇവിടെ വരും. മാപ്പിന് അങ്ങനെ തെറ്റാറില്ല. ഇവിടെ തന്നെ. ചേട്ടാ ഇവിടെ എവിടെ ഐസ്ക്രീം? അയ്യോ മോനെ, രമണിമലയിൽ ഐസ്ക്രീം കിട്ടില്ല. അത് 3 മല അപ്പുറം കടന്നു കഴിഞ്ഞ് രുക്മിണി മലയിലേ കിട്ടുള്ളൂ. അയ്യോ, ചെറിയ മിസ്റ്റേക്ക് പറ്റിയ. നമുക്ക് ഇത് 3 മല കഴിഞ്ഞിട്ടുള്ള രുക്മിണി മല ചെന്നിട്ട് ഐസ്ക്രീം കഴിക്കാം. ഇന്ന് ഞാൻ ഇവരെ കൊല്ലും. അയ്യോ കൊല്ലാൻ വരുന്നേ. बन जाए ना कोई कहानी देखो